രവിയെ മയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനിടെ ഗുണ്ടകൾ ആക്രമിക്കുന്നു. വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. സീത ബാലനോട് അകൽച്ച കാണിക്കുന്നു. ഇന്ദു ബാലന് നൽകിയ 2 ലക്ഷം രൂപ ഇന്ദുവിന്റെ മുത്തച്ഛൻ തിരികെ ചോദിക്കുന്നു. മാസപ്പലിശ കൂട്ടിയിട്ട് സീത തന്റെ കയ്യിലെ സ്വർണം നൽകിയെങ്കിലും ബാലൻ വാങ്ങുന്നില്ല. കുട്ടിമണിയെ ഷോക്കടിപ്പിക്കാനുള്ള മതികലയുടെ ശ്രമം സുഭദ്ര പൊളിക്കുന്നു. പോലീസിന്റെ മുന്നിൽ മതികല ബാധ കയറിയതായി അഭിനയിക്കുന്നു. മതികലയുടെ കൂടെ നിൽക്കാൻ മയിൽ രവിയെ ഉപദേശിക്കുന്നു. നമുക്കറിയാൻ പറ്റും. മതികലയെ മാറ്റിയെടുക്കണമെന്ന് ബാലൻ രവിയോട് പറയുന്നു. സീതയ്ക്ക് തന്നോടുള്ള അകൽച്ചയുടെ കാരണം അന്വേഷിച്ച് ബാലൻ നകുലിന്റെ അടുത്തെത്തുന്നു. ബാലേട്ടൻ കാണുന്ന ഒരു സാധാരണ പെണ്ണല്ല സീത. സീതയുടെ ജീവിതകഥ നകുലൻ ബാലനോട് പറയുന്നു. ബാലചന്ദ്രന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാരണ സീതയായിട്ടായിരിക്കില്ലായിരുന്നു, ഡോക്ടർ സീതയായിട്ടായിരുന്നേനെ. ഡോക്ടർ സീതയോ? സീതയുടെ പൂർവ്വകാലം മറച്ചുവെച്ചതിൽ ബാലൻ സീതയെ സ്നേഹത്തോടെ ശാസിക്കുന്നു. രവി മതികലയോടുള്ള പ്രതികാരം തുടരുന്നു. കുട്ടിമണി ഡ്രൈവിംഗ് പഠിക്കുന്ന കാർ മതികല അപകടപ്പെടുത്തുന്നു. കുട്ടിമണിയുടെ കുഞ്ഞിന്റെ നില അപകടകരമെന്ന് ഡോക്ടർ. നല്ല ഫുഡും വൈറ്റമിൻ ഗുളിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ കുട്ടുവിനെയും കുഞ്ഞുമണിയും വിട്ട് മനസ്സിനെങ്ങും പോകത്തില്ല. കുട്ടിമണിയെ മനസ്സജൻ ആശ്വസിപ്പിക്കുന്നു. കുട്ടിമണിയെ ഇനി മേലിൽ ഉപദ്രവിക്കരുതെന്ന് സീത മതികലയോട് പറയുന്നു. അവരുടെ കുഞ്ഞുമണിയെ അവർക്ക് വളർത്താൻ കിട്ടരുത് എന്നർത്ഥം. കുട്ടിമണിയുടെ കുഞ്ഞിനെ കുട്ടിമണിക്ക് കിട്ടരുതെന്ന് മതികല. സഞ്ജുവിന്റെ ചേട്ടനായ ചന്ദ്രുവിനെ വിളിക്കാൻ സമയമായി എന്ന് മതികല. നിന്റെയൊക്കെ നാശം. സീതയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വനജയും പൂക്കോടിയും വയലോരം വീട്ടിലെത്തുന്നുവെങ്കിലും ബാലൻ എതിർക്കുന്നു. ഞാൻ പോകാതിരുന്ന ബാലന്റെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂവെന്ന് മനസ്സിലാക്കിയ സീത ബാലനു വേണ്ടി അസ്ഥിത്തറയിൽ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് കുട്ടിമണി, 2 സീത ബാലചന്ദ്രൻ. സീതയ്ക്കും കുട്ടിമണിക്കുമെതിരെ ഉപയോഗിക്കാൻ സുവർണ എന്ന നേഴ്സിനെ മതികല പണം കൊടുത്ത് വശത്താക്കുന്നു. എന്തൊക്കെയാ നീ ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കുട്ടിമണി മരിച്ചതായി കുട്ടിമണി സ്വപ്നം കാണുന്നു. കുട്ടിമണിയെ ബാലനും സീതയും ആശ്വസിപ്പിക്കുന്നു. രവി സ്വന്തമായി കാർ ഡ്രൈവ് ചെയ്ത് വയലൂർ വീട്ടിലെത്തുന്നു. രവിതെ കാർ ഓടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുഞ്ഞേട്ടന്റെ വണ്ടിയല്ല ഇത്. കുഞ്ഞേട്ടൻ മേടിക്കാൻ പോകുന്ന വണ്ടിയാ. ആഹാ, നീ കാറൊക്കെ മേടിക്കാൻ തീരുമാനിച്ചോ? കൊള്ളാലോ. എടാ, ഇനി എന്തിനാടാ കാറ്? കരമോൾക്ക് തന്നെ ആവശ്യത്തിലധികം വണ്ടികളില്ലേ? നമുക്കിവിടെ കാറുണ്ടല്ലോ, പിന്നെ എന്തിനാ വെറുതെ പൈസ ചെലവാക്കുന്നത്? ഭാര്യയുടെ വണ്ടി ഉപയോഗിക്കുന്നത് ഞാനങ്ങ് നിർത്തി. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു കാർ മേടിക്കുക, ഓടിക്കുക. ഓ, നിങ്ങള് വലിയ കാറിലിരുന്ന് കൊറേ സുഖിച്ചതല്ലേ? ഇപ്പൊ എന്ത് പറ്റി കുഞ്ഞു കാർ വേണമെന്ന് തോന്നാൻ? അങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ടാവും. സന്തോഷേ, താങ്ക്സ്. ഓക്കെ, അളിയൻ തിരിച്ചു വയ്ക്കോ. കാരണം ഇനിയിപ്പോ ഇവിടെ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ നടക്കും. അപ്പോ പുറത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഓ, ഞാൻ പോയേക്കാമേ. ഓക്കെ അല്ലേ? എന്തായാലും രവി കാർ ഓടിക്കാൻ പഠിച്ചല്ലോ, നല്ലതാ. ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്ന എപ്പോഴും നല്ലതാ. ഓ, അതുകൊണ്ടാണല്ലോ നിങ്ങളും കെട്ടിയവനും ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഓടിച്ചു. നീ പോടി എവിടുന്ന്. നിന്നോട് ആരെങ്കിലും സംസാരിച്ചോ? മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുതെന്ന്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാല് മതിക്ക് സന്തോഷമില്ലേ? നിങ്ങൾ കാർ ഓടിച്ചതുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷം ഉണ്ടാക്കാനാ? നിങ്ങൾ ഓടിക്കാതിരിക്കെ എന്താന്ന് വെച്ചാ ചെയ്. അല്ല, കാറ് മേടിക്കാൻ പോകുന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് കേട്ടല്ലോ. അതാരെ കേൾപ്പിക്കാനാ? ഇവരെ കേൾപ്പിക്കാനോ അതോ എന്നെ കേൾപ്പിക്കാനോ? ആരെയും കേൾപ്പിക്കാൻ എടുക്കാനോ ഒന്നും അല്ല. ഒരു ചെറിയ കാറ് വേണം സ്വന്തം ആവശ്യത്തിന് പോവാൻ, അത്രേ ഉള്ളൂ. മതിയുടെ വീട്ടിലെ വണ്ടികളൊക്കെ വലിയ വലിയ കാറുകളല്ലേ. ആ വലിയ വലിയ കാറുകളിൽ കയറാനൊക്കെ വയലോരം വീട്ടിലെ അച്യുതക്കുറുപ്പിന്റെ മോനായിട്ടില്ല. ആവുമ്പോ ഓടിക്കാന്ന് വെച്ചു. അത് ശരി.
അപ്പോ നിങ്ങൾ എന്നെ വെല്ലുവിളിച്ച് നിൽക്കല്ലേ? ആയിക്കോട്ടെ, കാണിച്ചു തരാ ഞാൻ. എന്താടാ രവി ഇതൊക്കെ? നീ കാർ ഓടിക്കാൻ പഠിച്ചത് നിനക്കറിഞ്ഞിരുന്നാ പോരെ? അതൊരു വഴക്കാക്കി വീട്ടിൽ അവതരിപ്പിക്കണോ? ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം ബാലേട്ട. ഒന്നുമില്ലെങ്കിലും നമ്മുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ നമ്മളെ വളർത്തിയത്. ആകാശത്തുനിന്ന് താഴേക്ക് വീണ മുഴുവൻ മഴയും വെയിലും കൊണ്ട ആളാ നമ്മുടെ അച്ഛൻ. ആ അച്ഛന്റെ മക്കൾ അന്തസ്സോടെ ജീവിക്കണ്ടേ? ബാലേട്ടൻ അന്തസ്സോടെയാ ഇന്നുവരെ ജീവിച്ചത്. ആരുടെയും മുമ്പിൽ നട്ടെല്ല് വളയ്ക്കാതെ സ്വന്തമായി അധ്വാനിച്ച്. പക്ഷേ എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയില്ലേ? ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന സുഖമാണ് പരമസുഖമെന്ന് വിശ്വസിച്ച പട്ടിയെപ്പോലെ ആയിപ്പോയില്ലേ കുറെ കാലമെങ്കിലും ഞാൻ. അപ്പോ അങ്ങനെ 4 കാലിൽ നടന്ന രവി 2 കാലിൽ നിവർന്ന് നിൽക്കാൻ തുടങ്ങും. നന്നായി നന്നായി. ഇപ്പൊ എനിക്ക് എന്റെ അനിയനെ പറ്റി അഭിമാനം തോന്നുന്നു. എന്റെ തെറ്റുകളൊക്കെ ഞാൻ തിരിച്ചറിയുന്നു സീതേർത്തി. അപ്പോ എനിക്ക് തോന്നി ഇനി എന്റെ ജീവിതം ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കണമെന്ന്. അങ്ങനെ തന്നെ വേണം രവി, അങ്ങനെ തന്നെ വേണം. കുഞ്ഞേട്ടൻ കാർ മേടിച്ചേ എനിക്ക് ചോദിച്ചാൽ തരോ? പിന്നെന്താ, എന്റെ കുട്ടിമണിക്ക് തരാലോ. ആ, ഞാനിനി അകത്തോട്ട് ചെല്ലട്ടെ. ഇനി ബാക്കി അവിടെയാ മതിയും ഞാനും തമ്മിൽ. അങ്ങനെ തന്നെ വേണം. മതി ഒന്നും പറഞ്ഞില്ല. മതി അഭിനന്ദിക്കുന്ന ഞാൻ കരുതിയത്. പിന്നെ അഭിനന്ദിക്കാൻ നിങ്ങൾ എവറസ്റ്റ് കീഴടക്കിട്ടല്ലേ ഒന്ന് നിൽക്കുന്നത്? അല്ല മതി, ഞാൻ തന്നെത്താൻ ഒരു വണ്ടി ഓടിച്ചോണ്ട് വന്നില്ലേ? ഒരു കുഞ്ഞു കാർ ഞാൻ മേടിക്കാൻ പോണോന്ന് മതിയോട് പറഞ്ഞില്ലേ? കുഞ്ഞു കാറ് മേടിച്ചു, തന്നെത്താൻ വണ്ടി ഓടിച്ചു. നിങ്ങൾ എന്നെ തോൽപ്പിച്ചു എന്നുള്ള മട്ടിലാണല്ലേ നിൽക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പൊന്നു മതി, അങ്ങനൊന്നും പറയരുത്. ഞാൻ എന്ത് സന്തോഷത്തിലാ മതിയുടെ മുന്നിലേക്ക് വന്നെന്നറിയോ? പൊന്നെന്നെ അഭിനന്ദിക്കുന്നു കരുതി, എന്റെ കൈ പിടിച്ച് കുലുക്കുന്നു കരുതി. കൈ പിടിച്ച് കുലുക്കി കാല് ഒരു തറയിലടിക്കാ വേണ്ടത്. സത്യം പറ, നിങ്ങളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് അവളല്ലേ? എന്റെ പൊന്നു മതി, ഒരു ദിവസം മൈലമ്മ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു എന്നുള്ളത് സത്യവാ. അതൊന്നും മതിയുടെ അമ്മയും സഞ്ജുവും കണ്ട് അതിവിടെ വലിയ വഴക്കായി തീർന്നില്ലേ? മതിക്കറിയാലോ. അത് കഴിഞ്ഞ് ഞാൻ ടൗണിൽ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. എനിക്ക് ഒരു മൈലമ്മയുടെയും കുയിലമ്മയുടെയും സഹായമൊന്നും വേണ്ട ഡ്രൈവിംഗ് പഠിക്കാൻ. ഇപ്പൊ ഞാൻ അന്തസ്സായി പോയി ഡ്രൈവിംഗ് പഠിച്ച് അന്തസ്സായിട്ട് വണ്ടി ഓടിച്ചു വരികയും ചെയ്തു. എനിക്കതൊന്നും അല്ല അറിയേണ്ടത്. ഇത് നിങ്ങളും അവളും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണോന്നാ. പൊന്നെ, എന്താ പൊന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനും അവളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒത്തുകളി നടത്തുവോ? അതുകൊള്ളാം. എന്റെ മതിക്ക് നേരെ ഒന്ന് ചിന്തിക്കാൻ പോലും രവിയേട്ടന് പറ്റത്തില്ല. അന്നേരാ ഞാൻ ഒത്തുകളിക്കാൻ പോണത്. എന്നെക്കുറിച്ച് എന്റെ പൊന്നെ അങ്ങനൊന്നും പറയരുത്. എനിക്കത് സഹിക്കത്തില്ല. എന്റെ നെഞ്ച് തകർന്നു പോവും. മതി നിർത്ത്. നിങ്ങൾ കൂടുതൽ പറയണ്ട. അല്ല, ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം എന്ന് വെച്ചാ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല മതി. വണ്ടി ഓടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി, ഞാൻ വണ്ടി ഓടിച്ചു. ഇനി എന്റെ മതി എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാലോ. അയ്യോ വേണ്ട. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അത് ഞാൻ നല്ല വേറെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചോളാം. പിന്നെ നാളെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു മേനി പറഞ്ഞ് നടക്കാനല്ലേ? അത് വേണ്ട. ഞാൻ എന്തു പറഞ്ഞാലും എന്റെ പൊന്നെ അതൊന്നും മനസ്സിലാക്കത്തില്ല. എന്തായിരുന്നു ഭാര്യയുടെ റെസ്പോൺസ്? ഭാര്യയുടെ റെസ്പോൺസോ? എന്ത് കാര്യത്തിന്? ഓ, എന്റെ രവിയണ്ണ, എനിക്കിതാണ് പിടിക്കാത്തത്. രവിയണ്ണനോട് എന്ത് കാര്യം ചോദിച്ചാലും ആദ്യം അത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്ത പോലെ നടിക്കും. ഉണ്മയായിട്ടും എനക്കൊന്നും തെരിയാതെ മയിലേ. അപ്പപ്പാ, തമിഴൊക്കെ
പേസുന്ന ആളോ? കൊള്ളാലോ. ആ ഇപ്പോ ആരുമായിട്ട് സഹവാസം കൂടുതല്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗന്ദര്യം. സൗന്ദര്യമല്ല, സൗരഭ്യം, ആ. മണം, വാസന. ആ ആ, അത് തന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ച് തമിഴ് പഠിച്ചു. ഞാൻ ചോദിച്ചത് മാരുതി കാർ ഓടിച്ചോണ്ടുള്ള വന്നില്ലേ, അതിന് മതികളാക്ക എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അക്ക കുറേ നേരം കണ്ണും മിഴിച്ചിങ്ങനെ നിന്നു. ഞാൻ തനിയെ ഓടിച്ചോണ്ട് വന്നത് വിശ്വസിക്കാനായില്ല. പിന്നെ കുത്തിക്കിഴിച്ച് കുറേ ചോദിച്ചു, മൈലമ്മ പഠിപ്പിച്ചതല്ലേന്ന്. അപ്പോ രവിയണ്ണ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചത് ആരായാലും അവരെ മതിക്കിഷ്ടല്ലാന്ന് കരുതി എനിക്ക് മറന്നു കളയാൻ പറ്റുമെന്ന്. അത് കൊള്ളാം. அந்த മറുപടി എനിക്ക് ரொம்ப പിടിച്ചത്. ആ കാറ് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ, മാരുതി എന്ന് പറഞ്ഞപ്പോ അവക്കൊരു പുച്ഛം. നേരെ ചൊവ്വേ നിവർന്നിരിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന്. ആ എങ്കി പിന്നെ ഒരു ആംബുലൻസ് വാങ്ങാൻ പറയും. അപ്പോ നീണ്ടു നിവർന്ന് കിടന്നങ്ങ് പോവാലോ. ആ മിക്കവാറും അത് വേണ്ടിവരും. അല്ല, അണ്ണന്റെ പരിപാടി എന്താ? സ്വന്തമായിട്ട് കാറ് വാങ്ങാൻ നിവൃത്തിയുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ബാങ്കിൽ കിടക്കുന്ന കാശ് അത് മതി എനിക്ക് തന്നതാ. അതെടുത്ത് കാറ് വാങ്ങിയിട്ട് കാര്യമില്ല. അതെടുത്ത് കാറ് വാങ്ങിയാ രവിയണ്ണ ഞാൻ ഇടിക്കും. ആ ആദ്യം രവിയണ്ണ ഒരു വണ്ടി എടുക്ക. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മതി എന്നാ എന്റെ അഭിപ്രായം. അതൊന്നും അടിച്ച് കൈ തളിയട്ടെ. അതിനുശേഷം ലോൺ എടുത്ത് ഒരു പുതിയ വണ്ടി വാങ്ങാം. അങ്ങനെ ചെയ്യാം. ഇപ്പൊ രവിയണ്ണൻ ശരിക്കും നല്ല മിടുക്കനായി വരുവാ. ആ, ആ, സത്യം പറഞ്ഞ എനിക്കിപ്പോ രവിയണ്ണന് അണ്ണനായി കാണാൻ പറ്റുന്നില്ല. പിന്നെ ആങ്ങളെയായിട്ട് കാണണോ എന്ന ആലോചനയില്ല ഞാനിപ്പോ. എന്നുവെച്ചാ അം, എനിക്ക് രവിയണ്ണോട് ചെറിയ കാതൽ തുടങ്ങിയോന്നൊരു സംശയം. അത് റൊമാൻസ്, ലവ്. അയ്യടാ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് സ്വപ്നം കാണുന്നു? നാണമില്ലാത്ത മനുഷ്യൻ. അല്ല, ഞാൻ സൈക്കിളിൽ പോവായിരുന്നു. ആ കാറിൽ നിന്നിറങ്ങിയപ്പോ സൈക്കിളിലായോ? സമാധാനമായി. നിങ്ങക്ക് പറ്റിയ വാഹനം അത് തന്നെയാ. നിങ്ങളുടെ അച്ഛനും അത് തന്നെ ആയിരുന്നല്ലോ ചിഹ്നം. വയലോരം വീടിന്റെ ദേശീയ ചിഹ്നമാണ് സൈക്കിളും പിന്നെ പശു. അതൊന്നുമല്ല, ഞാനേ വേറൊരു കാര്യം കാണുമായിരുന്നു. എന്തായാലും ഇനി സൈക്കിളിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കാർ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഓ, നിങ്ങൾ കാറ് മേടിക്കുന്നുണ്ടെങ്കിലേ എനിക്കൊരു സജഷൻ ഉണ്ട്. എന്ത് സജഷനാ? എന്തായാലും ഞാൻ തന്ന കൊറേ കാശ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പില്ലേ? അതുകൊണ്ട് അതെടുത്ത് നിങ്ങൾ എന്റെ പേരിൽ ഒരു കാർ മേടിക്ക്. എന്നിട്ട് നിങ്ങൾ ഓടിച്ചു. എന്തായാലും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചില്ലേ? പിന്നെ വെറുതെ ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്നത് എന്തിനാ? അയാളെ നമുക്ക് പിരിച്ചുവിടാം. ഓ അത് ശരി, അങ്ങനെ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് അയാളങ്ങ് പിരിച്ചുവിടാന്ന്. അപ്പോ അയാൾ കൊടുക്കുന്ന കാശ് കൂടി ലാഭം. കൊള്ളാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, മതി തന്നെത്താനങ്ങ് പാചകം ചെയ്യ. മതിയുടെ അമ്മയോടും പറയ തന്നെത്താൻ ഉണ്ടാക്കാൻ. അപ്പോ വേലക്കാരിയെ പിരിച്ചുവിട്ട് ആ കാശ് ലാഭിക്കാലോ. നിങ്ങൾ കൂടുതൽ എന്ത് സംസാരിക്കുന്നു വേണ്ട. എന്റെ വീട്ടിൽ ചെലവാക്കുന്ന കാശേ ഞങ്ങൾ സമ്പാദിച്ചതാ. നിങ്ങൾ ചെലവാക്കുന്നത് നിങ്ങളുടെ കാശൊന്നും അല്ലല്ലോ. ആ അത് ഞാനങ്ങ് നിർത്താൻ പോവാടി. നീ തന്ന പൈസ മൊത്തം ഇതിനകത്തുണ്ട്. അതിന്റെ പലിശ ഇതിലുണ്ട്. ആണാ പൈസ രവി ഇതിന്ന് എടുത്തിട്ടുമില്ല, ചെലവാക്കിയിട്ടുമില്ല. ഞാനിതേ
നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കുറച്ചുനാൾ സൂക്ഷിച്ചു വെച്ചു. നിങ്ങളെന്താ വലിയ അഹങ്കാരം കാണിക്കുന്നത്? നിങ്ങൾക്കിതൊന്നും വേണ്ടെന്നാണോ? അതെ, എനിക്കിനി നിന്റെ ചില്ലി പൈസ പോലും വേണ്ട. അയ്യോടാ, അപ്പൊ എങ്ങനെ കാറ് മേടിക്കും? അതെ, അത് ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ചോളാം. ഞാനേ തെണ്ടിട്ടാണെങ്കിലും മേടിച്ചോളാം. അത് കൊള്ളാം. സ്വന്തമായി കാറ് മേടിക്കാൻ വേണ്ടി പിച്ച എടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആള് നിങ്ങൾ തന്നെ ആയിരിക്കും. അല്ല, നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളായിരിക്കും. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റൂന്ന് ഞാൻ കാണിച്ചു തരാം. മതി, നോക്കിക്കോ. എന്തായാലും ഞാനൊരു കാർ മേടിച്ചിരിക്കും. അത് ഞാൻ അധ്വാനിച്ച് എന്റെ പോക്കറ്റിലെ കാശെടുത്ത് കൊടുത്ത് തന്നെ വാങ്ങിച്ചിരിക്കും. അതൊരു വാശിയാ. വയലോരം വീട്ടിലെ അച്യുതക്കുറുപ്പേ കണ്ടത്തിൽ അധ്വാനിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചും ഒക്കെ തന്നെയാ മക്കളെ വളർത്തിയിട്ടുള്ളത്. പക്ഷേ കക്കാനും മോഷ്ടിക്കാനും തട്ടിപ്പറിക്കാനും ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല. വിയർത്ത് ജീവിക്കണമെന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. കുറച്ചു കാലം ഞാനിത് മറന്ന് നിന്റെ കൂടെ ജീവിച്ചു പോയി. ഇനിയിപ്പം തൊഴുതുണ്ട് ജീവിക്കാനൊട്ട് താല്പര്യമില്ല. ഞാനേ ഉഴുതുണ്ട് ജീവിക്കാൻ പോവാ. അതായത് ഞാൻ അധ്വാനിച്ച് ഞാൻ തന്നെ ഭക്ഷിക്കാൻ പോവാണെന്ന്. അതെ, ഞാനിപ്പോ വണ്ടി ഓടിച്ചാനൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ അമ്മമ്മയിലെ? ഇനി റോഡിൽ കൂടെ വണ്ടി ഓടിച്ചാ. റോഡിലൂടെയോ? ആ കുട്ടിമണി, റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് ரொம்ப റിസ്ക്. റിസ്ക് ഒന്നുമല്ല. അതെ, റോഡിലൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ കുട്ടിമണി ഇനി കൊറേ പഠിക്കണം. ഇപ്പൊ പഠിച്ചത് പോരെ? അത് പോരാ. പിന്നെ റോഡില് വലിയ വലിയ വണ്ടികൾ വേറെയോ ഇല്ലേ? ലോറി, ബസ്സൊക്കെ ഉള്ളതല്ലേ? ലോറിയും ബസ്സും ഒക്കെ വന്നാ ഞാൻ എന്നെ ഈഴ്ത്തി കേൾപ്പിച്ചാലേ. അതാണ് കുഴപ്പം. നമ്മുടെ ഈ ചിന്ന കാറ് വെച്ച് അതൊന്നും നടക്കില്ല കുട്ടിമണി. നമുക്ക് മര്യാദക്ക് റോഡിന്റെ അരക്ക് ചേർന്ന് വണ്ടി ഓടിച്ചു പോയാ മതി. എന്നാ പിന്നെ ബാക്കിയും കൂടി ഇങ്ങ് പഠിപ്പിച്ചിട്ടാ എന്റെ അമ്മമ്മയിലെ. എല്ലാം പഠിപ്പിക്കാം. അപ്പോ കുട്ടിമണി കുറച്ച് കുറച്ച് പഠിച്ചു മേടിക്കാവും. ഞാൻ മേടിക്കാവൂ, ഓരോ പാട്ട് ഞാൻ മീൻ മേടിക്കാവൂ. ഹലോ ஹலோ பொன்னம்பலம், சொல்லுடா, என்ன அப்டேட்ஸ்? அந்த கோர்ட் മാറ്റർ എൻകിட்ட சொல்லவே വേണം. തോക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതുക്കും ഭേദം മരണവാ. ക്യാഷ് പരമാവധി കളക്ട് ചെയ്ത് വെക്കണം. അടുത്ത ആഴ്ച ആവശ്യം വരും, അറിയാലോ? ശരി. കുട്ടിമണി, അയ്യോ കുട്ടിമണി, എന്നാச்சு? അയ്യോ കുട്ടിമണി, കുട്ടിമണി, അയ്യോ കുട്ടിമണി, 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 അയ്യോ കുട്ടിമണി, അയ്യോ 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 രക്തം, മരിച്ചെന്നെ, മരിച്ചെന്നെ, കുട്ടിമണി, കുട്ടിമണി, അയ്യോ മരിച്ചെന്നെ. എന്താ എന്തു പറ്റി? കുട്ടിമണി, കുട്ടു, കുട്ടു, അയ്യോ കുട്ടു, കുട്ടു, എന്താ കുട്ടു, കുട്ടു, എന്തു പറ്റി കുട്ടു, കുട്ടു, കുട്ടിമണി, അണ്ണ അണ്ണ തണ്ണി, കുട്ടിമണി, കുട്ടിമണി, കണ്ണൂർ കുട്ടു, എന്നാச்சு എന്നാச்சு? കുട്ടു, കുട്ടു, അയ്യോ മനുഷ്യ, ഞാൻ ചത്തുപോയ മനുഷ്യ, കുട്ടു, ഞാൻ ചത്തുപോയ മനുഷ്യ, അയ്യോ ഞാൻ ചത്തുപോയ മനുഷ്യ. ഞാനേ അങ്ങ് മുങ്ങി മുങ്ങി പോവാ. മൈലമ്മേ, ആസ്പത്രി പോണോ അണ്ണേ? കുട്ടിമണി വേഗം വണ്ടി കേട്ട് പെട്ടെന്ന്. എന്താ ഡോക്ടർ, എങ്ങനെയുണ്ട്? ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ? തലചുറ്റി വീണിട്ടുണ്ട്. ഇപ്പൊ പിന്നെ പ്രഗ്നന്റും ആണല്ലോ.
പ്രഗ്നൻസിയുടെ ആലസ്യത്തിലുള്ള വീഴ്ചയല്ല ഇത്. പിന്നെന്താ ഡോക്ടർ? നിങ്ങളിങ്ങനെ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. വരൂ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ പ്രഷറിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് തലച്ചുറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതും. അതും ഇപ്പം പലതവണയായി ഡോക്ടർ. അതെന്താണെന്ന് ക്ലിയർ ആവണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് വേണ്ടിവരും. ഡോക്ടർ എന്തെങ്കിലും? നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. മെഡിസിനൊക്കെ കൊടുത്തിരിക്കുമല്ലേ, ഉച്ച കഴിഞ്ഞ് ചില ചെക്കപ്പുകളൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ വിളിപ്പിക്കാം. ശരി ഡോക്ടർ. ഓക്കെ. മനുഷ്യ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ പോവാം മനുഷ്യ. നമുക്കേ ഒത്തിരി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോവാം കേട്ടോ. ഇപ്പൊ പോവാ. ക്ഷീണമൊക്കെ മാറി മിടുക്കി കുട്ടിയായല്ലോ. വീട്ടിൽ പോകാൻ ധൃതിയായോ? അവിടെ പോയാലും ഓടുകയും ചാടുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എനിക്കെന്തായാലും കുഴപ്പമുണ്ടോ? നല്ല ഉടുപ്പിട്ട് വന്ന് നിക്കാണ് ഷാനു. കുട്ടുവിന് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞോ? ഡോക്ടർ പറഞ്ഞു കുട്ടിമണിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഒരിത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോവാന്നും ഡോക്ടർ പറഞ്ഞു. ആണോ? സത്യാണോ? സത്യം. സത്യമായിട്ടും നേരായിട്ടും സത്യാണോ? സത്യമായിട്ടും. പൊടി. കുട്ടിമണിയെ വീട്ടിൽ കൊണ്ടുവിട്ടത് നന്നായി. പാവം, റെസ്റ്റ് എടുക്കട്ടെ. അവളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മൈലമ്മേ? അണ്ണ ഒന്നും പേടിക്കണ്ട, ദൈവം അരുതാത്തതൊന്നും വരത്തില്ല. പേടിക്കണ്ടെന്ന് മനസ്സിനോട് 1000 തവണ പറയുന്നുണ്ട്. പക്ഷെ മനസ്സ് ശാന്തമാവണ്ടേ? എന്തറിയാം മൈലമ്മേ കുട്ടിമണിക്ക്? എന്നെ അവൾക്ക് ജീവൻ തുല്യ സ്നേഹമാ. അത് മാത്രമേ അവൾക്ക് അറിയാവൂ. ആ സ്നേഹം ദൈവത്തിനറിയാം. അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്. അരുതാത്തതൊന്നും സംഭവിക്കില്ല. ഇനി കുറച്ച് കാശുണ്ടാക്കണം. അതാ മുമ്പിലുള്ള പുതിയ ടെൻഷൻ. കുട്ടിമണിയുടെ ഡേറ്റിംഗ് അടുത്ത് വരെയല്ലേ? എല്ലാം ശരിയാവും. അണ്ണന്റെ ജോലിക്കാരി എന്തായി അന്ന് പറഞ്ഞത്? അതിങ്ങനെ നിൽക്കുന്നു, ഒന്നും ആയിട്ടില്ല. ഓ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണം. പിച്ചള എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. പഴനിയിലായിരുന്നെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഒരു ജോലി ശരിയാക്കാമായിരുന്നു. മൈലമ്മയ്ക്ക് പഴനിയിൽ അത്ര വലിയ ഹോൾഡ്? അയ്യോ, അങ്ങനെയൊന്നല്ല. എന്നാൽ ആവുന്ന സഹായം ചെയ്യാൻ പറ്റുമായിരുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും കുട്ടിമണിയെ വിട്ട് ദൂരെ വന്നൊരു ജോലിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അണ്ണന്റെ ഇഷ്ടം പോലെ. വണ്ടി ഓടിക്കണം തന്നെ അണ്ണൻ നിർബന്ധം പിടിക്കണ്ട. വേറെ ഒരുപാട് ജോലികളുണ്ടല്ലോ. നല്ല വിദ്യാഭ്യാസമല്ലേ അണ്ണന്? അല്ല, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് മൈലിന് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്ക് തെരിയും. എന്നെ പറ്റി അണ്ണ എന്താ കരുതിയിരിക്കുന്നത്? മൈലമ്മ മയിലല്ല, ഒരു കൃഷ്ണപ്പരന്താണെന്ന് എനിക്കറിയാം. സൂര്യന് തൊട്ട് താഴെ പറക്കുന്ന ഒരു കൃഷ്ണപ്പരന്ത്. ഹലോ, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഞാൻ ആ വഴിയാ വരുന്നത്. ആരാ മൈലമ്മേ? അത് அந்த പൊന്നമ്പലവും വക്കീലും എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന്. மேடம் எப்போ வரும்? ஓன் த வேயா? அந்த கோவில் மேட்டர் சொன்னா மேடம் வருவாரிக்கும் அல்ல வக்கீலண்ணே? கண்டிப்பா வரும். அண்ணே வா. மேடம் கரெக்டா இந்த ரூட்ல இருந்தல்லே? மேடம் அது இந்த பொன்னம்பலம் சும்மா விളിക്കുന്നതാ. വക്കീലണ്ണേ, ഇത് മനസ്സിജണ്ണേ. தெரியும், சொல்லிருக்கு. அந்த கோவில் மேட்டரை பத்தி பேசுறதுக்கு தான் நாங்க இப்போ வந்தேன். അണ്ണാ, അണ്ണന് തിരക്കുണ്ടെങ്കിൽ പോയിക്കോ. ഞാൻ ഇവരുടെ വണ്ടിയിൽ വീട്ടിലേക്ക് വന്നോളാം. മൈലമ്മയ്ക്ക് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടല്ലേ? ശരി, ഞാൻ പോയിക്കാം. ഇല്ല ഇല്ലണ്ണ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ വെറുതെ അണ്ണന്റെ ടൈം പോണ്ടെന്ന് കരുതി. ശരി, ഞാൻ വണ്ടി വീട്ടിലിട്ടേക്കാം. ശരി എന്നാ. ശരി. அந்த மனசு ஜண்ண முன்னாடி என்ன மேடம்னு கூப்பிட்டேன். உள்ள
கள்ளம் புத்திசாலி. நான் அதை பற்றி மறந்துட்டேன் மேடம். சரி சரி விடு. என்ன மேட்டர்? മീനാക്ഷിപുരം കോവിലിലെ തിരുവിഴ അടുത്ത മാസമാണെന്ന് മാഡത്തിന് ஞாபகம் இருக்கா? മറക്കാൻ പറ്റുന്ന ദിവസം അല്ലല്ലോ അന്ത നാൾ. அந்த நாளில் தேவி வேஷத்திല് மேடம் வேണം விக்கிரகம் എഴുന്നള്ളിക്കാനെന്ന കോവിൽ കമ്മിറ്റിക്കാർ சொல்லியாச்சு. அது அப்படிதான் நடக்கணும். தோற்று போயின்னும் ஒளிச்சோடிയെന്നും நினைக்கണവங்க മുന്നാടി തല നിമിർത്ത് മേടം നിൽക്കണം. കോവിലെത്തുന്ന ആൾക്കാർക്കിടയിലും നമ്മ ശത്രുക്കളും കാണും. അത് പറവല്ലേ, മേഡத்துக்கு எந்த பிரச்சனையும் வராத നോக்கிறதுக்கு அங்க நம்ம ആളുകൾ நிறைய இருக்கு. ഞാൻ വരും. എന്റെ അപ്പാവോടും അമ്മാവോടും ചോര വീണ മണ്ണാ അത്. ഇനി എന്റെ ശത്രുക്കളുടെ ചോര വീഴുന്ന് കറുക്കാൻ പോകുന്ന മണ്ണ്. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കുന്നതാണ് എന്റെ ശീലം. സംഘം ചേർന്ന് തോൽപ്പിക്കാൻ പലരും ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നേർക്ക് നേരെ നിന്ന് മൂർച്ചയുള്ള ഒരു വാക്ക് പറയാൻ കേൾപ്പില്ലാത്തവർ ഇരുട്ടിന്റെ മറവിൽ നിന്ന് കത്തിയോങ്ങുന്നുണ്ട്. പഴനി മുരുകന്റെ വാഹനമാണെന്റെ മയിൽ. ശത്രുക്കളുടെ തലയ്ക്കും മീതെ പറക്കാൻ എനിക്കറിയാം. ആ കുയിലിന്റെ പാട്ട് വേണ്ടി ഇപ്പതേ മനസ്സിച്ചൻ ഓടിച്ചോണ്ട് വന്നേക്കുന്നു. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്റെ ഇന്ദുവേടത്തി. ഇനി മനസ്സിച്ചനും മയിലും തമ്മിൽ കല്യാണം കഴിക്കുമെന്നേ അറിയാനുള്ളൂ. രവിയേട്ടന്റെ പുറകെ അവള് നടക്കുന്നുണ്ടായിരുന്നു. കാർ ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. രവിയേട്ടൻ കാർ ഓടിക്കാൻ പഠിച്ചു. അത് അവള് പഠിപ്പിച്ചതാണോന്നാ എന്റെ ബലമായ സംശയം. അങ്ങേര് പറയുന്നത് വേറെ പോയി പഠിച്ചതാണെന്നാ. ഒരു ദിവസമേ മയില് പഠിപ്പിച്ചുള്ളൂ. അവളില്ല കാര്യങ്ങൾ കയറി ഇങ്ങ് ഇടപെടും. എപ്പോഴാ ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇന്ദുവടത്തി, പിന്നെ ഒരു വണ്ടി വന്നു. ആരാ നോക്കട്ടെ, വെച്ചോ. മനസ്സിലെണ്ണ കാറ് നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നല്ലേ. ഞാൻ വിചാരിച്ചു വേറെ ആവശ്യം കാണുമെന്ന്. അപ്പൊ നാങ്ക നിങ്ങൾ പോയിക്കോ. மேடம் சொல்ற மாதிரி செய்யறேன். நமக்கும் இருக்கு மான் பவரும் மணி பவரும் எல்லாம். அப்படி லீகலி மூவ்மெண்ட் எதுவும் வேண்டாம் மேடம். வெட்டி பீஸ் பீஸாக்கி தூர കളയണം. അതോടെ മുടിച്ചിടുവല്ല. ഞാൻ പറയുമ്പോ മതി. ഇപ്പൊ നിങ്ങൾ വിട്ടു. சந்தான சார், அங்க எல்லாம் நல்லா பாத்துக்கோ. கேஷ் வேணும்னா எனக்கு. சரி, வரட்டுமா? சரி பொன்னம்பலம். നീ എന്താടി അവരോട് എന്നെ ചൂണ്ടി പിറുപിറുത്തത്? ഞാൻ പലതും പറഞ്ഞെന്ന് വരും. അത് മതികളാക്കാവെ പറ്റിയാണെന്ന് അക്കാക്ക് എങ്ങനെ അറിയാം? അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് എനിക്കുണ്ടെന്നും കരുതിക്കും. നീ എന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ അങ്ങ് പാണ്ടി നാട്ടിൽ നിന്ന് ഒരു പാച്ചൂനെയും കോവാലിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് കരുതി ഞാൻ അങ്ങ് പേടിച്ചു പോകുന്നു നീ കരുതിയോ? പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കും ആൾക്കാരുണ്ടെന്ന് അക്കാക്ക് അറിയാലോ. അക്കായും അക്കായുടെ ആൾക്കാരും പോകുന്നതിനേക്കാൾ വേഗത്തിൽ, അതിനേക്കാൾ മോശമായ രീതിയിൽ പോകാൻ മിടുക്കുള്ളവരാണ് ഇവരൊക്കെ. അത് പിന്നെ അക്കാക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. നീ എന്നെ കൂടുതൽ മനസ്സിലാക്കിക്കാനൊന്നും വരണ്ട. നീ എന്നെ കൈ ചൂണ്ടി പിറുപിറുത്തത് എന്താണെന്നങ്ങ് പറഞ്ഞാ മതി. ഈ വീട്ടിലെ ഒരേ ഒരു ശാപമാണ് നിൽക്കുന്നതെന്ന് ചിലപ്പോ തട്ടിക്കളയേണ്ടി വരുമെന്ന്. എന്താ നിന്നെ പോടി. கோர்ட்டில் கேஸுகள் நிலநிற்கிறது கொண்டா நம்ம எதிர் கேங்கு நேரிட்டு ஒரு அட்டாக்னு ட்ரை பண்ணாதது. ஆனா மேடத்தை தேடி அவங்க எங்க வந்திருக்கு. எப்போதும் மேடத்துக்கு செல்ஃப் டிஃபென்ஸ் பண்றதுக்கு முடியாது. அது எனக்கும் தெரியும். அதை பற்றி சொன்ன மேடத்துக்கு புரிய மாட்டேன். நாம இங்க வந்து நிக்கலான்னு சொன்னா மேடம் கேட்கவே மாட்டேன். மேடம் இப்போ இருக்கிற வீடு அவ்வளவு சேஃப் அல்லே. ரொம்ப ஈஸியா ஒருத்தன் வெளியே இருந்து வந்து மர்டர் நடத்திட்டு போய ஸ்தலம் அது. அது எனக்கு தெரியும். நம்ம டீமில் இருக்கிற 1-2 பேரை இங்கே இறக்கலான்னு நான் நினைக்கிறேன். மேடத்துக்கு தெரியாம அவங்க பாதுகாப்புக்கு.
மேடத்தோடு சொல்லாத எதுவும் செய்ய வேண்டாம். ஆனா பின்னீடு இங்க கேஸ் வாதிக்க நான் அங்க இருந்து வரேண்டி வரும். மேடத்தினு பழனிக்கு திரும்பி வந்தாலந்தா? மேடம் வரமாட்டேன். இந்த வீட்டில் இருக்கிற அப்பாவும் மேடத்தோட அப்பாவும் திக் ஃப்ரெண்ட்ஸா இருந்தேன். அந்த அப்பாவும் அம்மாவும் மேடத்துக்கு சொந்த அப்பா அம்மா மாதிரி. அவங்கள விட்டு மேடம் வரமாட்டேன். அது எனக்கும் தெரியும். யாரோடு பாசம் தோന്നിயாலும் உயிர் கூட மேடம் அவங்களுக்கு கொடுக்கும். வக்கீலண்ணே, இங்கிருந்து கிளம்பலாமா? போகலாம். டீ சாப்பிட்டதுக்கு அப்புறம் கம்ப்ளீட்டா ஒன்று சூடாய். இனி வண்டே இருந்து தூங்க போறேன். சரி. எவ்வளோ ஆச்சு? 20. ஓ சரி. ചായ വേണോ കാപ്പി വേണോ സാർ? ചായയും കാപ്പിയൊന്നും വേണ്ട. പിന്നെ എന്താ സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞു. ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തോ സാറേ? ഇപ്പം തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു വണ്ടി ഇതുവഴി പാസ് ചെയ്തായിരുന്നു. ഒരു തടിച്ചൊരു മുട്ടത്തലേനും ഒരു പൊക്കം കുറഞ്ഞ ഒരാളും അതിനകത്തുണ്ടായിരുന്നു. സാറേ, ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഇതുവഴി പോയതേ ഉള്ളൂ. കത്തിച്ചു പോട്ടെ. வக்கீலண்ணே, போலீஸ் பார்த்துட்டு அவங்க நம்மளை பார்க்கறதுக்காக வந்துட்டு இருக்க. போலீஸ் எதுக்கு நம்ம பின்னாடி வரணும்? நம்ம கிரிமினல்ஸ் இல்லല്ലോ. வக்கீலண்ணா, நீங்க கிரிமினல் அல்ல. ஆனா நான் கிரிமினல் தானே. நான் உன் கூட இல்லையா? நீ தைரியமாயிரு. வண்டி விடு. സ്വാമി ശരണം. ആംസി അയ്യപ്പൻകുട്ടി, ഒന്ന് ഇറങ്ങി വരണം. என்ன சார், என்ன பிரச்சனை? പ്രശ്നമൊക്കെ പറയാം. എക്സ്ക്യൂസ് മീ സർ, ഞാൻ അഡ്വക്കേറ്റ് സന്താന ശിവരാമകൃഷ്ണൻ. നീ ആരുടെ സന്താനമാണെങ്കിലും എനിക്കൊന്നുമില്ല. എവിടെ പോയിട്ട് വരുന്നു രണ്ടുപേരും? நாம எங்க பக்கத்து வீட்டில் வந்தேன், சொந்தக்கார பார்க்கறதுக்கு. എന്താ നിന്റെ പേര്? പൊന്നമ്പലം. പൊന്നമ്പലം അല്ല, പൊന്നമ്പലം മണി. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാടാ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്റെ പേര് പൊന്നുകൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സാറ് താങ്കളെ വഴി തടഞ്ഞു നിർത്തി എന്തിനാണെന്ന് പറഞ്ഞില്ല? കാര്യം പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ വക്കീൽ എന്നെ ഇവിടെ ഇട്ട് എന്നെ വിസ്തരിച്ചോളൂ. സാർ, നാങ്ക രണ്ടുപേരും തമിഴ്നാട് പീപ്പിൾ. ഒരാളെ പാക്കறதுக்கு ഇങ്ങ വന്നേ. നാങ്കളെ തടഞ്ഞു നിർത്തിയതിനൊരു റീസൺ വേണമല്ലോ. സാർ, ഞാൻ ക്രിമിനൽ താ. ആനാ പിടികിട്ടാ പുള്ളിയൊന്നുമല്ലല്ലോ. കേരളാവിലെ എനിക്ക് ഒരു കേസ് പോലും ഇല്ല. കേസ് ഞാൻ ഉണ്ടാക്കി തരാടാ. ഒന്നല്ല, 9 തമിഴ്നാട്ടിൽ നിന്നും വയലോരം വീട്ടിൽ താമസിക്കുന്ന മൈലമയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേര് വരുന്നു എന്നൊരു ഇൻഫോർമേഷൻ കിട്ടി. അതെന്തിനാണെന്ന് എനിക്ക് അറിയണമല്ലോ. അത് എങ്ങളുടെ പേഴ്സണൽ മാറ്റർ സാർ. വക്കീലേ, നിങ്ങൾ തമിഴ്നാട്ടിലെ കോടതിയും പോലീസ് സ്റ്റേഷനും അല്ലേ കണ്ടിട്ടുള്ളൂ? കേരള പോലീസിനെ കണ്ടിട്ടുണ്ടോ? കേരള പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ? സാർ, ഇപ്പൊ ഉങ്ങളുടെ ഒരു കൈ തന്നെ ഒടിഞ്ഞിരിക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാടാ റാസ്കൽ. രണ്ടാമത്തെ കൈ കൂടെ നീ അങ്ങ്. സാർ, ഞാൻ അപ്പടി ഏത് சொல்லலே. அப்புறம் உங்களுக்கு வேணும்னா നീ എന്നെ സാർ. സാർ, ഇത് ഇല്ലീഗലാണ്. എന്ത് തപ്പും ചെയ്യാത്ത രണ്ടുപേരെ റോഡിൽ തടഞ്ഞു നിർത്തി ഹറാസ് ചെയ്യാന്ന് വെച്ചാ വകുപ്പ് உங்களுக்கு தெரியுமா? വകുപ്പെടുത്തേ കോപ്പിലോട്ട് വെച്ചോ. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. എന്താ പെണ്ണുമായിട്ടുള്ള ഇടപാട്? മാഡ சொல்லாமா, அதை பற்றி சொல்ல மாட்டேன். ഓഹോ, അവളപ്പം നിങ്ങളുടെ മാഡമാണല്ലേ. അപ്പൊ ചെറിയ കളിയല്ല. ശരി, ബാക്കി ഞാൻ അവളോട് ചോദിച്ചോ. അണ്ണാച്ചിമാര് ചെല്ല്. സ്വാമി ശരണം. സാർ, അപ്പോ തമിഴ്നാട്ടിൽ നിന്നും വന്ന പച്ചപ്പാവം ടാക്സിക്കാരി പെണ്ണിന് സ്വന്തമായിട്ട് വക്കീല്, ബോഡി ഗാർഡായിട്ട് നല്ല എ ഗ്രേഡ് ഗുണ്ട. വണ്ടി എടുത്തോ. ശരി സാർ. നേരെ വയലോരം വീട്ടിൽ. ശരി. വല്യേട്ട ഇങ്ങോട്ട് മാറിന്നെ, ഞാൻ കുപ്പിച്ചു തരാം. എന്റെ കുട്ടിമണി, ഞാൻ ചെയ്തോളാം. നിനക്ക് വയ്യാത്തതല്ലേ?
നീ അങ്ങ് മാറി നിൽക്ക്. കുട്ടിമണിക്ക് എന്തൊരു ഉത്സാഹമാ വലിയേട്ടനെ സഹായിക്കാൻ. അടുക്കളയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പ വയ്യാഴിക വരുമല്ലോ. അയ്യോ അയ്യോ എനിക്ക് പെട്ടെന്ന് ക്ഷീണം വന്നേ. ഓ ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് ക്ഷീണം വരുന്ന അസുഖമുള്ള കാര്യേ. അല്ലേട്ടാ ഞാൻ പിന്നെ കൂട്ടർ കൂപ്പിച്ചു തരാവേ. എനിക്ക് ഭയങ്കര ക്ഷീണം വരും. നീ ഒരിടത്ത് പോയി ഇരിക്കു കുട്ടിമണി. വല്യേച്ചേ അതെ അല്ലേച്ചി വാ, ഞാനൊരു പാട്ട് പാടി കേൾപ്പിച്ച. കുട്ടിമണി പാട്ടൊക്കെ പിന്നെ കേൾക്കാം. വല്യേച്ചിക്ക് അടുക്കള ഒരുപാട് പണിയുണ്ട്. വേണ്ട, അടുക്കളയില് ഇപ്പം ജോലി ചെയ്യണ്ട. എന്റെ പാട്ട് കേട്ട് വല്യേച്ചി കൈ അടിച്ചിട്ട് പിന്നെ അടുക്കള പോയാ മതി. ഇല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. അയ്യോ എന്റെ സീതേ, നീ അവിടെ എങ്ങാനും പോയിരുന്ന അവളുടെ പാട്ട് കേക്ക്. അല്ലാതെ ഇവിടെ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന എന്തിനാ? എന്തേലും കുത്തുവാക്ക് പറയാനാണോ? ബാലേട്ടന് ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കുറ്റമാണല്ലോ. നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിക്കണ്ട. സംസാരിച്ചാലേ അത് ഇവിടെ എങ്ങും നിക്കത്തില്ല. നീ എന്താ പറയാൻ വന്നത്? കുറച്ച് സാധനങ്ങൾ വേണം. ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഇങ്ങ് തന്നാ മതി. അത് വായിക്കാനുള്ള പഠിപ്പൊക്കെ ബാലനുണ്ട്. MBBS എഞ്ചിനീയറിംഗ് ഒന്നും അല്ലെങ്കിലും അരി, ഗോതമ്പ്, പലചരക്ക്, എണ്ണ അതൊക്കെ വായിക്കാനും വാങ്ങിക്കാനുള്ള അക്ഷരാഭ്യാസം ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വന്നോളാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വല്യേച്ചി എന്റെ പാട്ടൊന്ന് കേക്ക് വല്യേച്ചി. കുട്ടിമണി പാടിക്കോ. പാടാവേ. കരത്ത കാക്കേ വാവാ, കാക്കാ പാടി വാവാ, പുല്ലിക്കുയിലേ വാവാ, കൂക്കൂ പാടി വാവാ, പട്ടേ തട്ടേ വാവാ, തട്ടി തട്ടി വാവാ, നീലക്കുയിലേ വാവാ, പീലി വിടർത്തി വാവാ. സൂപ്പറല്ലേ പാട്ട്? സൂപ്പറല്ലേ? ഇത് ആര് പഠിപ്പിച്ച പാട്ടാ? ഇത് മനുഷ്യ പഠിപ്പിച്ച പാട്ടാ. എന്നല്ല, കുഞ്ഞുമണിയെ പഠിപ്പിച്ച പാട്ടാ. അങ്ങനെ കൊള്ളാലോ. അതെ, ഞാന് ഈ പാട്ട് കുട്ടാപ്പൂനെ പഠിപ്പിച്ചേ. കുട്ടാപ്പൂ, ഈ പാട്ട് നീ കേട്ടോണേ. കാക്കേ കാക്കേ വാവാ, കുയിലേ കുയിലേ വാവാ, തട്ടേ തട്ടേ വാവാ, തട്ടി തട്ടി വാവാ. അമ്മോ, അയ്യോ പോലീസ്. സ്വാമി ശരണം. നമസ്കാരം. എന്താ ബാല, ബാലന്റെ ബെൻസ് കുളിപ്പിക്കാണോ? സ്കൂട്ടർ അല്ലേ സാറേ? പാവങ്ങളുടെ ബെൻസ് അല്ലേ ഇതൊക്കെ? പിന്നെ ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന, എന്താ അവളുടെ പേര്? മയില് മയില് മയിലമ്മ. കുട്ടിമണി പോയി മയിലമ്മയെ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ. അല്ല, എന്തിനാ വിളിച്ചേ? എന്തിനാണെന്ന് ഞാൻ പറയണോ? ഓടിപ്പോയിട്ടോ ചുമ്മാ. അയ്യോ, എന്നതാ സാറേ, എന്റെ കൊച്ചിനെ എന്തിനാ വിളിപ്പിക്കുന്നത്? സമ്മതിക്കത്തില്ല. നിങ്ങളാണോ മൈലമ്മ? അല്ല. എന്റെ അറിവിൽ ഏകദേശം 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണല്ലോ മൈലമ്മ. അത് നിങ്ങളാണോ? അല്ല, എനിക്ക് 10-65 വയസ്സായി. എന്നാ പിന്നെ മൈലമ്മ ഇങ്ങോട്ട് വിളിക്കണം. മോളെ, മയില് മോളെ, ഇങ്ങോട്ടിറങ്ങി വന്നേ. വണക്കം, മാളികപ്പുറം എപ്പിടി സൗഖ്യമാ? എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോന്ന് പ്രശ്നം? പോലീസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണെന്നാ? ഈ കൊച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് താമസിക്കുന്ന കൊച്ചല്ലേ? അപ്പൊ ആ കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല ഈ സംസ്ഥാനത്തുകാരനെ എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് വന്നതാ. മയിൽ, പ്ലീസ് കം. എനിക്കേ വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാനുള്ള താല്പര്യമില്ല. പോലീസ് മുറ അറിയാഞ്ഞിട്ടുമല്ല, പിന്നെ ഈ വീട്ടുകാരെ വെറുതെ ടെൻഷനാക്കണ്ടെന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും. മൈലമ്മ അതിന് കൃത്യമായിട്ട് മറുപടി തരണം. എന്നെ സർ, എന്നെ മാറ്റർ? മാറ്ററൊക്കെ ഞാൻ പറയാം. സത്യത്തിൽ നീ ആരാ? പളനിയിൽ നിന്നും വന്നാണെന്നും ജീവിക്കാൻ വേണ്ടി ഷീ ടാക്സി ഓട്ടിക്കുന്നു എന്നൊക്കെയാണ് എൻ്റെ പിക്ചർ. പക്ഷെ അതല്ലാതെ അതിൻ്റെ പിറകിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ മൈലമ്മ. വളരെ നീളമേറിയൊരു വേര് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് ആഴത്തിൽ മധുരയിലും പഴനിയിലും തിരുച്ചെന്തൂരിലൊക്കെ ആയിട്ട് പടർന്നു കിടക്കുന്നൊരു സിൻഡിക്കേറ്റ്. അതൊരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ
പറ മോളെ, ശരിക്കും നീ ആരാ പറയേ? சார் நான் ஒரு பாவம் சார், பாவம் മൈലമ്മ. സാറ് പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി കാർ ഓടിക്കുന്നു. നീ പോലീസിനെ പേടിയില്ലാത്തവളാണെന്ന് നിന്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവും. നീ മിടിക്കുകയാണെന്നും എനിക്കറിയാം, സ്മാർട്ടാണെന്നും എനിക്കറിയാം. ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. കാരണം ഇതേ അയ്യപ്പൻകുട്ടിയാണ്, CI അയ്യപ്പൻകുട്ടി എന്ന് വെച്ചാൽ ആരെയും പേടിയില്ലാത്ത അയ്യപ്പൻകുട്ടി, എന്ന് വെച്ചാൽ ആരെയും കൊടുക്കുന്ന അയ്യപ്പൻകുട്ടി, എന്ന് വെച്ചാൽ ആരെയും ജയിക്കുന്ന അയ്യപ്പൻകുട്ടി, എന്ന് വെച്ചാൽ സ്വാമി ശരണം അയ്യപ്പൻകുട്ടി. അപ്പോ എന്താണ് വേറെ ബോട്ട്സ്? இப்போ ஒன்றும் இல்லை சார். அப்பா ஷண்முகவேல், அம்மா மகாலட்சுமி. இப்போ 2 பேரும் இல்லை சார், മരിച്ചു പോയി. എങ്ങനെ മരിച്ചു? അത് സാർ അവിടെ കോവില് കുംഭമേളയ്ക്ക് ഇടയില്. നിന്റെ അപ്പനും അമ്മയും മരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. നീ പറയുന്ന കഥ സത്യമാണെന്ന് അറിയട്ടെ. തമിഴ്നാട്ടിൽ മധുര, രാജപാളയം, വില്വപുരം 3 കോടതികളിലായിട്ട് നിന്റെ ആൾക്കാർ, അതായത് നീയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ലാൻഡ് കേസുകളുണ്ടല്ലോ, പിന്നെ ചില അടിപിടി കേസുകൾ. പൊന്നമ്പലം മണി എന്നൊരാളാണ് നിന്റെ സിൻഡിക്കേറ്റ് തലവൻ. ഇവരുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താണ്? എന്തിനാണ് നീ ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത്? സാർ അത് വന്ന് പൊന്നമ്പലം മണി എൻ ഡിസ്റ്റന്റ് റിലേറ്റീവ് സാർ. അങ്ങനെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഉണ്ടെങ്കിൽ നീ എന്തിന് ഇവിടെ വന്ന് അനാഥയെ പോലെ നിൽക്കുന്നു? സാർ അത് ഇവിടുത്തെ അപ്പാവും അമ്മാവും എൻ സ്വന്തം അപ്പ അമ്മ മാതിരി. അതുക്കാക. അപ്പൊ നിനക്ക് യാതൊരു ക്രിമിനൽ ബന്ധങ്ങളും ഇല്ല? നോ അണ്ടർഹാൻഡ് റിലേഷൻഷിപ്സ്? இல்ல சார், ஒன்றும் இல்லை. அங்க கொஞ்சம் கேஸ் இருக்கு, சின்ன சின்ன கேஸ், ப்ராப்பர்ட்டி கேஸ். அதுக்காக அவர் என்ன பார்க்க வந்தார். അത് ശരി, മിടുക്കി. നിന്നെ കാണാൻ ആളുകൾ ഇവിടെ വന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ ചോദ്യം ചെയ്യാൻ വന്നതെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായി സാർ. അപ്പൊ നിനക്ക് മറുപടികൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടി. കൊള്ളാം. അപ്പോ ഈ മറ്റേ കക്ഷി എന്തായുള്ള പേര്? വക്കീൽ സന്താനത്തിന്റെ റോൾ? സന്താനം സാർ അങ്ക എന്നോട് കാര്യങ്ങൾ നോക്കിയിരുന്ന ആളാ സാർ. ഓഹോ, അപ്പൊ എല്ലാവരും നല്ലവങ്ക, ചോദിക്കാൻ വന്ന നാം മട്ടും കെട്ടവങ്ക. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യും. ഇനി വക്കീൽ സാറും പൊന്നമ്പലും ഒക്കെ വരുമ്പോഴേ എന്നെ ഒന്ന് അറിയിക്കണം. എനിക്ക് അവരുമായിട്ട് ഒരു സിറ്റിംഗ് ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അറിയിക്കാം സാർ. എന്നാ ശരി. സുഭദ്രാമോ? എന്നതാ സാറേ? അതെ, ഇന്ന് മറ്റേതില്ലേ, ബാധത്തുള്ളൽ. ശരി, വണ്ടി പോട്ടെ. എന്താ മോളെ, എന്തിനാ അവര് വന്നത്? എന്താ സംസാരിച്ചത്? എന്നാ കൊച്ചേ, എന്താ കാര്യം? അമ്മമയിലിനെ പോലീസ് കൊണ്ടുവന്ന് ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനേ നിന്നിപ്പി 50 പൈസ മാടനപ്പൂപ്പന് കൊടുക്കാനങ്ങ് പറഞ്ഞു. അപ്പ മാടനപ്പൂപ്പൻ പറഞ്ഞു, കുട്ടിമണി പേടിച്ചെന്താ, അമ്മമയിലിനെ പോലീസ് ഒന്നും കൊണ്ടുപോകത്തില്ലാന്ന്. അപ്പയാ എനിക്ക് സമാധാനായത്. എന്താ മോളെ, എന്താ കാര്യം? ഒന്നുമില്ലക്കാ. അല്ല, നിന്റെ കണ്ണു നിറഞ്ഞല്ലോ, എന്താ കാര്യം? എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലക്കാ, ഒന്നുമില്ല. പിന്നെ എന്തിനാ പോലീസ് വന്നത്? ആ CA എന്താ സംസാരിച്ചെന്ന് പറ. അണ്ണാ അത് അന്ത പൊന്നമ്പലവും വക്കീൽ സാറും ഇവിടെ വന്നിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് അവരുടെ വണ്ടി ജംഗ്ഷനിൽ വെച്ച് ഏതോ ഒരു വണ്ടിയായിട്ട് തട്ടി. അയ്യോ, വണ്ടി തട്ടിയെന്നോ? എന്നിട്ട് വണ്ടി അടിച്ചിട്ട് മൊത്തം പൊട്ടി പൊളിഞ്ഞ് തകർന്ന് പൊടിഞ്ഞു വഴി അങ്ങ് പോയാ? ഇനിയിപ്പോ എങ്ങനെ വണ്ടി ഓടിച്ചും? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഏതോ ഒരു ഓട്ടോറിക്ഷയായിട്ടാ. അപ്പം അവര് ഇവിടുത്തെ അഡ്രസ് കൊടുത്തിട്ട് അങ്ങ് പോയി. അത്രയും ദൂരം വണ്ടി ഓടിച്ചു പോകേണ്ടതല്ലേ, അത് ചോദിക്കാനാ CI സാർ വന്നത്. എന്നിട്ട് ഒത്തിരി നേരം സംസാരിച്ചല്ലോ. അത് CI എന്നോട് ചോദിക്കായിരുന്നു, അവരാരാ, എന്തിനാ വന്ന്, അതൊക്കെ ചോദിക്കായിരുന്നു. ഞാൻ മറ്റൊരിടത്തുനിന്ന് ഇവിടെ വന്ന് താമസിക്കല്ലേ, അപ്പം എന്നെ കാണാൻ ആരെങ്കിലും വന്നെന്ന് പറയുമ്പോ പോലീസിന് സംശയം ഉണ്ടാവും. എന്നാലും അങ്ങനെയുണ്ടോ? ഒരു വണ്ടി ഓട്ടോയിൽ തട്ടിയെന്നും പറഞ്ഞ് കുടുംബത്ത് കയറി വന്നിട്ട് പ്രായമായ പെങ്കൊച്ചിനെ വിളിച്ചിറക്കി പോലീസ് ചോദ്യം ചെയ്യുകയെന്ന് വെച്ചാ? എന്റെ അപ്പച്ചിയമ്മേ, അതൊന്നും വലിയ കാര്യമാക്കണ്ട.
CI സാർ നമ്മുടെ മുമ്പിൽ വെച്ച് വളരെ മാന്യമായിട്ടല്ലേ മയിലിനെ വിളിച്ചോണ്ട് പോയത്. മയിൽ കാര്യം പറയുകയും ചെയ്തു. ആ എനിക്ക് പോലീസിലുള്ള പേരൊക്കെ പോയേട്ടോ. ഇപ്പൊ എന്നെ പോലീസിലോട്ട് എടുക്കും. അതുകൊണ്ടാ വന്ന പാടെ എന്നോട് പറഞ്ഞത് അമ്മ മയിലിനെ വിളിച്ചാൽ ഞാൻ പോലീസാവും. മയിലേ, ഞാൻ ആരെങ്കിലും വിളിച്ച് സംസാരിക്കണോ? എങ്കി ഇപ്പൊ പോവാം. വേണ്ടണ്ണേ, ഒന്നും വേണ്ട. ഉറപ്പാണല്ലോ? ആ, ഉറപ്പ്. ഇതെന്താ രാത്രിയിൽ മൈലമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? എന്തിനാ മുറ്റത്തിരിക്കുന്നേ? അത് എന്താ മൈലമ്മയുടെ മുഖം വല്ലാതെ? ഇല്ല, ഒന്നുമില്ലണ്ണേ. ഒന്നുമില്ലെന്ന് പറയുമ്പോഴും ആ മുഖത്ത് എന്തോ ഉണ്ടല്ലോ. ഇല്ലണ്ണേ, ഒന്നുമില്ല. അതെ, പകൽ ഇവിടെ പോലീസ് വന്നെന്ന് കേട്ടല്ലോ മൈലമ്മയെ കാണാനായിട്ട്. അത് അത് വന്ന് എന്താ ചേക്ക് എന്നമോ ഒരു സന്ദേഹം. ചുമ്മാ ഒരാളോട് സംശയം തോന്നുന്നു. അതെന്താ അണ്ണൻ അങ്ങനെ പറഞ്ഞത്? അല്ല, മൈലമ്മയെ കാണാൻ ആരൊക്കെയോ തമിഴ്നാട്ടിൽ നിന്ന് വന്നു. അവരുടെ വണ്ടി തടഞ്ഞ് CI സംസാരിച്ചു. അതിനുശേഷമാണ് ഇവിടേക്ക് വന്നത്. ശരിയല്ലേ? അണ്ണേ, അത് എനിക്ക് ചോദിക്കാനുള്ള അധികാരമൊന്നുമില്ല. എങ്കിലും ചോദിക്കുക. എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ഞങ്ങളിൽ നിന്നൊക്കെ? ഇല്ലണ്ണേ, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒറ്റയ്ക്ക് നെഞ്ചിനീര് നടക്കരുത്. നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭാരം രഹസ്യങ്ങളാണെന്ന് കേട്ടിട്ടില്ലേ? രഹസ്യങ്ങളൊന്നുമില്ല. ഇല്ലാതിരിക്കട്ടെ. ഞാൻ വീണുപോയപ്പോഴൊക്കെ എന്നെ താങ്ങി എണീപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നവളാണ് മൈലമ്മ. മരിച്ചുപോയ എൻ്റെ അല്ലിയുടെ സ്ഥാനത്താ ഞാൻ മൈലമ്മയെ കാണുന്നത്. അതുകൊണ്ട് പറയുക, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. ഒറ്റയ്ക്കാണെന്ന് തോന്നലൊന്നും വേണ്ട.